നമസ്കാരം. ബംഗളൂരു നഗരത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിൽ CJ റോയ് എന്ന പേര് വെറുമൊരു പേരല്ല, മറിച്ച് ഒരു അത്ഭുതമായിരുന്നു. സാധാരണക്കാരനായി വന്ന് ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ വളർച്ച അത് ഏതൊരു സിനിമയും വെല്ലുന്നതായിരുന്നു. 2005 ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരിക്കെ തൻ്റെ അസാമാന്യമായ ബിസിനസ് ബുദ്ധി ഉപയോഗിച്ച് ആ കമ്പനിക്ക് വമ്പിച്ച വിറ്റുവരവ് നേടിക്കൊടുത്താണ് റോയ് ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ ലാഭത്തിൻ്റെ കണക്കുകളിൽ ഉടമകളുമായി ഉടലെടുത്ത തർക്കം അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്ന് പടിയിറക്കി. ആ പടിയിറക്കം ഒരു അന്ത്യമായിരുന്നില്ല, മറിച്ച് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് വിപ്ലവത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ റോയ് ഒറ്റയ്ക്കായിരുന്നില്ല. ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള 35 ജീവനക്കാരെയും ഒപ്പം കൂട്ടിയാണ് അദ്ദേഹം പുതിയ യാത്ര തുടങ്ങിയത് തന്നെ. സർജാപുരിയിലെയും ഹോസ്കോട്ടിലെയും ഒക്കെ തന്നെ 100 കണക്കിന് ഏക്കർ ഭൂമിയെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ തൻ്റെ പിടിവാശി കൊണ്ട് വിജയിച്ച റോയ് ആ ഭൂമി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തറക്കല്ലായി മാറ്റി. കൃത്യമായ കണക്കുകൂട്ടലുകളും വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങളുമാണ് അദ്ദേഹത്തെ ബംഗളൂരു നഗരത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് രാജാവാക്കി മാറ്റിയത്. തുടക്കത്തിൽ നേരിട്ട നിയമപ്രശ്നങ്ങളെയും എതിരാളികളുടെ വെല്ലുവിളികളെയും തൻ്റെ സ്വാധീന ശക്തിയും പണവും ഉപയോഗിച്ച് അദ്ദേഹം നിഷ്പ്രയാസം മറികടന്നു. മലയാളികളുടെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നതായിരുന്നു റോയിയുടെ ബിസിനസ് വിജയത്തിൻ്റെ പ്രധാന തന്ത്രം. ഗൾഫ് നാടുകളിൽ വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന മലയാളികൾക്ക് നാട്ടിലൊരു വീടെന്ന സ്വപ്നം വിൽക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിച്ചു. ഇതിനായി ടെലിവിഷൻ മാധ്യമങ്ങളെയും ജനപ്രിയ റിയാലിറ്റി ഷോകളെയും ഒക്കെ തന്നെ അദ്ദേഹം ആയുധമാക്കി മാറ്റി. ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികളിലെ വിജയികൾക്ക് ഫ്ലാറ്റുകൾ സമ്മാനമായിട്ട് നൽകിക്കൊണ്ട് സാധാരണക്കാരുടെ കണ്ണിൽ അദ്ദേഹം ഒരു നന്മമരം എന്ന പ്രതിച്ഛായ നിർമ്മിച്ചെടുത്തു. ഈ വലിയ ബ്രാൻഡിംഗ് വിജയത്തിലൂടെ ആയിരക്കണക്കിന് നിക്ഷേപകർ തങ്ങളുടെ സമ്പാദ്യം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റുകളിൽ വിശ്വസിച്ച് നിക്ഷേപിക്കാൻ തയ്യാറായി. ബംഗളൂരുവിൽ നേടിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് CJ റോയ് 2023 ദുബായിലേക്ക് തൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കുന്നത്. ഗൾഫിലെ വിപണിയിൽ ചുവടുറപ്പിക്കാൻ വമ്പൻ വിരുന്നുകളും സെലിബ്രിറ്റികളുടെ സാന്നിധ്യവും അദ്ദേഹം ഉറപ്പുവരുത്തി. ബംഗളൂരു മോഡൽ റിയൽ എസ്റ്റേറ്റ് വിപ്ലവം ദുബായിലും ആവർത്തിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മാറിയ നിയമ സാഹചര്യങ്ങൾ അദ്ദേഹം വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടില്ല. UAEയുടെ സമ്പദ് വ്യവസ്ഥയിലെ സുതാര്യത ഉറപ്പാക്കാൻ അധികൃതർ കടുത്ത നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത് റോയിയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു. ഇതാണ് പതനത്തിൻ്റെ തുടക്കമായി മാറിയത് തന്നെ. ഇന്ത്യയും UAEയും തമ്മിൽ ഒപ്പിട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കരാറുകൾ റോയിക്ക് വലിയൊരു കെണിയായി മാറി. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാൻ രൂപീകരിച്ച ആൻറ്റി മണി ലോണ്ടറിംഗ് നിയമങ്ങൾ പ്രകാരം UAE അധികൃതർ റോയിയുടെ നിക്ഷേപങ്ങളുടെ ഉറവിടം അന്വേഷിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ നിന്നുള്ള പണം നേരായ മാർഗത്തിലൂടെയാണോ ദുബായിൽ എത്തിയത് എന്ന സംശയം ബലപ്പെട്ടതോടെ UAE ഭരണകൂടം ഇന്ത്യൻ ഏജൻസികളുടെ സഹായം തേടി. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വിവിധ ഓഫീസുകളിൽ ആദായനികുതി വകുപ്പ് കടുത്ത റെയ്ഡുകൾ നടത്തി വരികയായിരുന്നു. ഈ അന്വേഷണം തൻ്റെ പ്രതിച്ഛായയെ എന്നേക്കുമായി തകർക്കുമെന്ന് റോയ് ഭയപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് റോയ് നേടിയെടുത്ത ഹോണറി കോൺസിൽ പദവികളൊക്കെ തന്നെ അതുപോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ പര്യാപ്തമായിരുന്നില്ല. നിയമലംഘനങ്ങളുടെയൊക്കെ തന്നെ ചുരുളഴിയുമ്പോൾ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം തകരുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ മാനസികമായി തന്നെ തളർത്തി. ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കറൻസി നോട്ടുകൾ ഒഴുകുന്ന കറുത്ത ഇടപാടുകളുടെ പങ്ക് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമോ എന്ന ആശങ്ക അദ്ദേഹത്തെ വേട്ടയാടി. ജയിലറകളിലെ ഇരുട്ടിനേക്കാളും താൻ അനുഭവിച്ച ആഡംബരങ്ങളുടെ നഷ്ടത്തെക്കാളും ലോകത്തിന് മുന്നിൽ അപകാസ്യനാകുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ഈ സമ്മർദ്ദമാണ് ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. മരണത്തിന് മുൻപ് അദ്ദേഹം തയ്യാറാക്കിയ 9 പേജുള്ള ഡയറി കുറിപ്പുകളിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചും നേരിട്ട തിരിച്ചടികളെക്കുറിച്ചും വ്യക്തമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. ജനുവരി 31 തൻ്റെ ഓഫീസിലേക്ക് നടന്നു കയറുമ്പോൾ സഹപ്രവർത്തകരോട് വളരെ സാധാരണമായാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ തൻ്റെ അമ്മയെ ഫോണിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തൻ്റെ അവസാന നിമിഷങ്ങൾ അടുത്തുവന്ന് ഉറപ്പായതിനാലാകണം. ആദായനികുതി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ മരണം ഇന്ത്യൻ ഭരണകൂടത്തിന് വലിയൊരു നാണക്കേടായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പോലും കണ്ണുവെട്ടിച്ച് സ്വന്തം തോക്കെടുത്ത് നിറയൊഴിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് അയച്ച കത്തിൽ ഈ സുരക്ഷാ വീഴ്ചയെ ഗൗരവത്തോടെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനകൾക്കിടയിൽ ഒരാൾക്ക് മരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ പീഡനമോ കടുത്ത സമ്മർദ്ദമോ നടന്നിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുമ്പോൾ തന്നെ റോയിയുടെ ബിസിനസ് ഇടപാടുകളിലെ ദുരൂഹതകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. നിക്ഷേപകർക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ കമ്പനിയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. റോയിയുടെ മകൻ രോഹിത്തും സഹപ്രവർത്തകരും ഈ വലിയ പ്രതിസന്ധി എങ്ങനെ ഇനി മറികടക്കും എന്നത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് ലോകത്തെ ഈ ചക്രവർത്തിയുടെ അന്ത്യം വലിയൊരു ധാർമ്മിക ചോദ്യം കൂടി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. നന്മമരം എന്ന് വിളിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം കടന്നു വന്ന വഴികളിൽ ഒട്ടനവധി ചതികളും നിഴലുകളുമൊക്കെ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇത് ഇന്ന് ലോകം തിരിച്ചറിയുന്നു. കഠിനാധ്വാനം കൊണ്ട് മാത്രം പടുത്തുയർത്തിയതല്ല ഈ സാമ്രാജ്യമെന്ന ആരോപണങ്ങൾ റോയ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ തൻ്റെ സ്വാധീനം കൊണ്ട് അവയെല്ലാം അദ്ദേഹം അടിച്ചമർത്തി.
ഇന്ന് അദ്ദേഹം ഇല്ലാതായതോടെ ഈ അടക്കി പിടിച്ച സത്യങ്ങളെല്ലാം തന്നെ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. താൻ പടുത്തുയർത്തിയ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ച് ഇപ്പോൾ 6 അടി മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ബാക്കിയാകുന്നത് വെറും ഓർമ്മകൾ മാത്രമാണ്.